പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നല്ല അനുഗ്രഹീതമായ നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് എല്ലാവർക്കും നൽകി തന്നതിനായി കർത്താവിനെ നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഒരു സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു: കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മളെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നാം ചില വിഷയത്തിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്, ചില പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പൻ്റെ ആ വലിയ സാന്നിധ്യത്തിലേക്ക് ഒന്ന് കടന്നു ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ഒന്ന് ഹല്ലേലൂയ ഉള്ളു തുറന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നീ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി കാണുവാൻ സ്വർഗ്ഗം സഹായിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അപ്പം നമ്മളിപ്പോൾ ആരാണ്? ദൈവ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. മക്കൾ ചില വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ ആര് വേദനിക്കും? അപ്പൻ വേദനിക്കും. ഹല്ലേലൂയ. അപ്പൻ വേദനിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം, നമ്മൾ കടന്നു പോകുന്ന വിഷയം, നമ്മൾ ഭാരപ്പെടുന്ന വിഷയം അപ്പൻ അതോർത്ത് വേദനിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ഹല്ലേലൂയ സകലത്തിൻ്റെയും ഉടയവനായ സകലത്തിന്മേലും അധികാരമുള്ള യേശു കർത്താവിൻ്റെ അടുക്കൽ പോയി അപ്പൻ്റെ ഹല്ലേലൂയ പാദപീഠത്തിൽ ഒന്ന് ഇരിക്കുമെങ്കിലും ആമേൻ. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം: അപ്പൻ്റെ പാദപീഠം എവിടെയാ? അല്ലേ? ഹല്ലേലൂയ. ആലയത്തിനാണോ? ഹല്ലേലൂയ. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നീ നിന്റെ ഭവനത്തിൽ അറയിൽ കടന്ന് നീ രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിൻ്റെ പാദപീഠത്തിൽ നീ ഇരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എവിടെ ഇരുന്നാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ആരിറങ്ങി വരും? നമ്മുടെ യേശു കർത്താവ് ഇറങ്ങി വരും, നമ്മുടെ അപ്പൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. നാം ദൈവ മക്കളാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ അപ്പൻ നമ്മൾക്ക് ഹല്ലേലൂയ എന്തെല്ലാം നൽകി തരുന്നുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. യോഹന്നാൻ 3:16 പറയുന്ന ഏകജാതനായി പുത്രനെ വിശ്വസിക്കുന്നവനും നിത്യജീവനുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗം നമുക്ക് നിത്യജീവനെ പകരുന്നുണ്ട്. ഹല്ലേലൂയ. റോമർ 5:1 ഹല്ലേലൂയ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, യേശു ക്രിസ്തു മൂലം സമാധാനം ലഭിക്കുന്നു. ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ആരൊക്കെയോ ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സമാധാനം നൽകുന്ന കർത്താവ്. ഹല്ലേലൂയ. ഗലാത്യ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ പൗലോസ് പറയുക, യേശുക്രിസ്തു മൂലം നീതീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിൽ ആഴമായി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ നിന്റെ സ്ഥിതിയെ മാറ്റും, നിന്റെ അവസ്ഥയെ മാറ്റും. കർത്താവ് അനുഗ്രഹിക്കുവാനാ ഹല്ലേലൂയ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളെ ആ നിത്യതയിലേക്ക് എത്തിക്കുവാനാ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ശത്രു അപഹരിച്ചു കൊണ്ട് പോയതാണ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുക. നീ ഭാരപ്പെടണ്ട, നിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നീ ദൈവത്തിൻ്റെ മകനാ, നീ ദൈവത്തിൻ്റെ മകളാ. ഹല്ലേലൂയ. ഉറച്ചു വിശ്വസിക്കും, നിനക്ക് വേണ്ടി വൻ കാര്യത്തെ കർത്താവ് ചെയ്യും. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ പ്രിയ ഹല്ലേലൂയ വിശ്വസിക്കുന്ന ജനമേ, വിശ്വസിക്കുന്ന ദൈവപകൽ പൈതലേ, ഇന്ന് പകൽക്കാലം നീ ഒരു അത്ഭുതം കാണ്. കർത്താവേ, കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശ്വസിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ആ ദൈവിക പ്രവൃത്തി ഇപ്പോൾ സംഭവിക്കട്ടെ. ഇവരനുഗ്രഹിക്കപ്പെട്ടവരായി പുറത്തു വരട്ടെ. വലിയ ദൈവിക പ്രവൃത്തി കാണട്ടെ. സകല മഹത്വവും കർത്താവിന് അങ്ങയുടെ പാദപീഠത്തിലേക്ക് എല്ലാം ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.